അംബാനി കല്യാണത്തിൽ ചർച്ച ചെയ്യേണ്ടത് പണമല്ല, പ്രണയമാണ്. 11 വർഷം നീണ്ട ഒരു പ്രണയത്തിന്റെ സാക്ഷാത്കാരം കൂടിയാണ് ആ വിവാഹം. 2 ചിത്രങ്ങൾ കാണിക്കാം. ഒന്നിൽ നിൽക്കുന്നത് ഒന്നിച്ച് കളിച്ച് വളർന്ന് 11 വർഷം പ്രണയിച്ച സുന്ദരനായ ഒരു ചെറുപ്പക്കാരനും അവന്റെ കാമുകിയും. രണ്ടാമത്തേത് കോടിക്കണക്കിന് പണം കൊണ്ട് തടുത്തു നിർത്താൻ കഴിയാതിരുന്ന അസുഖം ബാധിച്ച ശരീരവുമായി അതേ ചെറുപ്പക്കാരനും പെൺകുട്ടിയും. അവർ വിവാഹിതരാവുകയാണ്, ലോകത്തെ മുഴുവൻ അറിയിച്ചുകൊണ്ട്. ആ സ്ത്രീ അവൾ 11 കൊല്ലമായി പ്രണയിച്ചവനെ വിവാഹം ചെയ്യുകയാണ്. ഇതിൽ ചർച്ച ചെയ്യേണ്ടത് എന്താണ്? പണത്തെക്കാളും പ്രണയമാണ്. ആ പെൺകുട്ടി ഇന്റർനെറ്റിലെ സഹോദരങ്ങൾ കണ്ടെത്തുന്നത് പോലെ ഒരു സാധു വീട്ടിലെ പെൺകുട്ടിയല്ല. അവളെ അവൻ പണം കൊടുത്ത് വാങ്ങിയതുമല്ല. അംബാനി അല്ല എങ്കിലും ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരിൽ ഒരാളായ എൻകോർ ഹെൽത്ത് കെയറിന്റെ ഉടമയുടെ മകളാണ്. ഡാൻസറാണ്. ന്യൂയോർക്കിൽ നിന്നും ഡിഗ്രി എടുത്ത നല്ലൊരു ജോലി ചെയ്യുന്ന റിച്ച് ആൻഡ് സക്സസ്ഫുൾ വുമനാണ്. 11 കൊല്ലം മുന്നേ വാക്ക് കൊടുക്കുമ്പോൾ അവൾ കണ്ട സൗന്ദര്യം അവൻ്റെ മനസ്സിനും സ്നേഹത്തിനും ഇന്നും അവൾക്ക് മാത്രം കാണാൻ കഴിയുന്നത് കൊണ്ടാണ് അവരിന്ന് വിവാഹിതരാകുന്നത്. ആ പ്രണയത്തെയാണ് അവർ ലോകം അറിയിച്ച് ആഘോഷിക്കുന്നത്. മരണത്തെ അതിജീവിച്ചു വന്ന മകന്റെ ജീവിത വിജയത്തെയാണ് സമ്പാദ്യത്തിന്റെ ഒരു പൊടിയെടുത്ത് അവർ കൊണ്ടാടുന്നത്. അതുകൊണ്ട് രാധിക മർച്ചന്റ് എന്ന പെൺകുട്ടിക്ക് നമ്മുടെ ആരുടെയും സഹതാപം വേണ്ട. സ്നേഹിച്ച പുരുഷന്റെ ആരോഗ്യവും സൗന്ദര്യവും നഷ്ടപ്പെടുമ്പോൾ തിരിഞ്ഞു നോക്കാതെ നടന്നു പോകുന്നവളായിരുന്നു ആ പെൺകുട്ടിയെങ്കിൽ ഇതേ സഹോദരങ്ങൾ അവളെ വറുത്തെടുത്തേനെ. ആൻഡ് ഷീ ഹാഡ് ദ ചോയ്സ് ആൻഡ് പൊസിഷൻ ടു ഡു ദാറ്റ്, ബട്ട് ഷീ ചൂസ് ടു സേ ഫോർ ലവ് ആൻഡ് കമ്മിറ്റ്മെന്റ്. ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ആഘോഷമായി ഇത് മാറുമ്പോൾ നമുക്ക് അഭിമാനിക്കാം. ഇങ്ങനത്തെ പ്രണയങ്ങൾ ഇങ്ങനെ തന്നെയാണ് ആഘോഷിക്കപ്പെടേണ്ടത്. ദിസ് ഈസ് ദ സെലിബ്രേഷൻ ഓഫ് ബ്യൂട്ടിഫുൾ ലവ്. ഇത് സോഷ്യൽ മീഡിയയിൽ കൈമാറി വന്ന ഒരു കുറിപ്പാണ്. എത്ര ശക്തമായ ഒരു കുറിപ്പാണ്. അവിടെ അഭിമാനം തോന്നുന്നത് ഒരു മലയാളി തന്നെയാണ് മനോഹരമായ രീതിയിൽ ഈ വിവാഹത്തെയും ഈ പ്രണയത്തെയും മനസ്സിലാക്കി ഇത്തരത്തിലൊരു കുറിപ്പ് കുറിച്ചിരിക്കുന്നത് എന്നതാണ്. മലയാളികൾ എല്ലാവരും ഒരുപോലെ അല്ല എന്നൊരു തിരിച്ചറിവിനും ഈ കുറിപ്പ് സഹായകമാകുന്നു. കൂട്ടത്തിൽ ഒന്നുകൂടി ആ കുറിപ്പിൽ പറയുന്നുണ്ട്, ഇതൊക്കെ ഒന്ന് ഇന്റർനെറ്റ് പരിധിയാൽ കിട്ടുന്ന വിവരങ്ങളാണ്, പക്ഷെ നമുക്കതിനുള്ള സമയമില്ലല്ലോ. ശരിക്കും കണ്ണു തുറപ്പിക്കുന്ന ഒരു പോസ്റ്റ്. മലയാളിയുടെ കുറ്റം പറയാനുള്ള, ഏഷ്യനി കൂട്ടാനുള്ള ആ ട്രെൻഡിന് ഒരിക്കലും മാറ്റം ഉണ്ടാകില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടിയാണ് ഈ കുറിപ്പ്. അനന്ത് അംബാനിയും രാധിക മർച്ചന്റും വിവാഹിതരായി 3 ദിവസം നീണ്ട വിവാഹ ചടങ്ങുകൾക്കാണ് ഇപ്പോൾ രാജ്യം സാക്ഷിയാകുന്നത്. 2ാം ദിവസമായി ഇന്ന് മുംബൈയിലെ ജിയോ വേൾഡ് സെന്ററിൽ ശുഭ ആശീർവാദ് എന്ന ചടങ്ങ് പുരോഗമിക്കുകയാണ്. ഇന്നേ ദിവസം രാധിക എത്തുന്ന ലഹങ്കയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് സ്റ്റൈലിസ്റ്റ് റിയ കപൂർ പങ്കുവച്ചിരിക്കുന്നത്. അനന്തിന്റെ ഇഷ്ടങ്ങളാണ് ലഹങ്കയിൽ വരച്ചു ചേർത്തിരിക്കുന്നത് എന്നതും അവർക്കിടയിലുള്ള ആ ഒരു പ്രണയത്തെ ഒന്നുകൂടി ശക്തമായി കാണിക്കുന്നു. രാധികയുടെ പിങ്ക് കളർ ലഹങ്കയിൽ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് പ്രശസ്ത ശില്പി ജയശ്രീ ബർമനാണ്. ഒപ്പം കരകൗശല വിദഗ്ധൻ അബു ജാനി, സന്ദീപ് ഖോസ്ലയുടെ എംബ്രോയിഡറി വർക്കുകളുമുണ്ട്. ഇതുകൂടിയായപ്പോൾ അതിവിശിഷ്ടമായ ഒരു ലഹങ്ക അവിടെ സൃഷ്ടിക്കപ്പെടുകയായിരുന്നു എന്ന് റിയ കപൂർ പറയുന്നു. തലയിൽ താമരപ്പൂവും കഴുത്തിൽ മരതകമാലയും അണിഞ്ഞ് അതീവ സുന്ദരിയായി ഒരുങ്ങി നിൽക്കുന്ന രാധികയുടെ ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട്. റിയയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ കൂടി ഒന്ന് വായിക്കാം. കലയും ഫാഷനും എന്നും പ്രണയിതാക്കളാണ്. ഒരാൾക്ക് മറ്റേയാളില്ലാതെ നിലനിൽക്കാനാവില്ല. രാധിക മർച്ചന്റ് രാധിക അംബാനി ആയ ശേഷമുള്ള ആദ്യ സായാഹ്നത്തിൽ ധരിക്കാൻ ഏറ്റവും സവിശേഷമായ വസ്ത്രം നെയ്തെടുത്തു. സമകാലിക ഇന്ത്യൻ പ്രതിഭയും ശില്പിയുമായ ജയശ്രീ ബർമൻ വരച്ച ചിത്രമാണ് ലഹങ്കയിലെ 12 പാനലുകളിലായുള്ളത്. ഇതെല്ലാം പ്രത്യേക ഇറ്റാലിയൻ ക്യാൻവാസിൽ വരച്ചിട്ടുള്ളതുമാണ്. സന്തുഷ്ടരായ ദമ്പതികളെ പ്രതിനിധീകരിക്കുന്ന രൂപങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജീവജാലങ്ങളോടുള്ള അനന്തിന്റെ ഇഷ്ടം വിളിച്ചോതുന്ന പ്രതീകങ്ങളും ആനകളുടെ രൂപത്തിലും മറ്റുമായി ആ ലഹങ്കയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യഥാർത്ഥ സ്വർണ്ണ സെർദോസിയുടെ ഹാൻഡ് എംബ്രോയിഡറിയാണ് രാധികയുടെ വസ്ത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത. അബുജാനി സന്ദീപ് ഖോസ്ല എന്ന കരകൗശല വിദഗ്ധൻ കൈകൊണ്ട് തുന്നിയ ബ്ലൗസാണ് ലഹങ്കയ്ക്കൊപ്പം അണിഞ്ഞത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.